ഹലോ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ, അപ്പം ഇന്ന് നമുക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പം മോനുണ്ടായതിന് ശേഷം ഞങ്ങൾക്കൊരു വിബാക്ക് ഡെലിവറി ആയിരുന്നു കേട്ടോ. അതായത് മോന് സിസേറിയൻ ആയിരുന്നു. രണ്ടാമത്തത് ഞങ്ങൾ നോർമൽ ഡെലിവറി ആക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതൊരു കൊറോണ ടൈമിലാണ് മിക്കിമോൾ ഉണ്ടാകുന്നത്. ഞങ്ങളൊരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷമാണ് മിക്കിമോൾ ഉണ്ടാകുന്നത്. കാരണം അപ്പം മോനൊരു 4 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു 4 വർഷമായിട്ടും 3.5-4 വർഷമായിട്ടും എന്താ പറയുക നടക്കാത്തപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പം ഡോക്ടറെ കാണിച്ചു. 6 മാസത്തെ 6 മാസം ഞങ്ങൾ മരുന്ന് കഴിച്ചു കേട്ടോ. ഇത് ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സ്ഥിതിയൊക്കെ ഇത്തിരി ഡള്ളായിരുന്ന സമയമാണ്. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എന്നാൽ ട്രീറ്റ്മെൻറ്റ് തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തി വെക്കുവാണ് എന്ന് പറഞ്ഞു. നല്ല റേറ്റ് ഉണ്ടായിരുന്നു മരുന്നിനൊക്കെ. അപ്പം നിർത്തി വെക്കുവാന്ന് പറഞ്ഞ് ആ മാസം ഞങ്ങൾക്കൊരു വേറൊരു മരുന്ന് മാറ്റി തന്നു, കുറച്ച് ചെറിയൊരു പൈസയുടെ. പറഞ്ഞാൽ ഒരു 96 രൂപ അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ മരുന്നിന്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അതായത് പിന്നെ ഇനി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചു, ഇനി ബേബി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ. പക്ഷെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മമ്മിയും. എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ വിഷമം, ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവനൊരു കൂട്ട്, ഞങ്ങൾക്ക് ഇനിയും മക്കൾ വേണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ചേട്ടായി കാർഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ടോ. അത്രയും വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. ഒരു പക്ഷേ ആദ്യത്തേതിനേക്കാളും സന്തോഷമായത് രണ്ടാമത്തെ പ്രഗ്നൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കായില്ല, ഒരു വിഷമവും ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ആയില്ല, ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് അവളും വരുന്നു. എനിക്ക് കാർഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരുക കേട്ടോ. അവർ അത്രയും എന്താ പറയുക, പിന്നെ ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, അപ്പോൾ അവർക്കും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഛർദി തുടങ്ങി. എനിക്ക് ആദ്യത്തെ ഡെലിവറിക്ക് ഭയങ്കരമായിട്ട് ഛർദിച്ച് തൊണ്ടയൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിനും ഭയങ്കര ക്ഷീണമായിരുന്നു. ആദ്യത്തെ പ്രഗ്നൻസിക്ക് ഛർദിയായിരുന്നു, തൊണ്ടയൊക്കെ പൊട്ടുന്ന ഛർദിയായിരുന്നു, ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുക അങ്ങനെയൊക്കെ ആയിരുന്നു. രണ്ടാമത്തേന് ഛർദി ഉണ്ടായിരുന്നു, ക്ഷീണമായിരുന്നു കേട്ടോ. കൊറോണയൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെ അതൊക്കെ കുറവല്ലേ ഉണ്ടാവുക. അപ്പം ക്ഷീണമായിരുന്നു, ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഒരു എന്താ പറയുക, അത്രയും കഷ്ടപ്പാടി കൂടിയാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞങ്ങൾ കടന്നു പോയത്. പിന്നെ വീട്ടിലേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞു, അത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എന്താ പറയുക, വിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. മോനുണ്ട്, മോൻ്റെ പഠിത്തമൊക്കെ ഒരു സൈഡായി പോയി കേട്ടോ ആ ടൈമിൽ. കൊറോണ ഓൺലൈൻ ആയിരുന്നു, പക്ഷെ എനിക്ക് പറ്റാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കൊറോണ പിടിച്ചു. കൊറോണ ഒമിക്രോൺ ആണ് വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ടെൻഷനായി, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ടെൻഷനായി കേട്ടോ. എത്ര മാസത്തിലാണ്? 6 മാസത്തിലാണ്. അങ്ങനെ എനിക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ട്, നല്ല ഫുഡും അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് എനിക്കത് കഴിക്കാനും പറ്റില്ല. ചില പകുതി ദിവസവും കഞ്ഞി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് പുറത്തുനിന്ന് കൊണ്ടുവരും, കുറച്ച് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഫുഡിൻ്റെ കാര്യത്തിൽ ആ ഒമിക്രോൺ പിടിച്ചപ്പോൾ പിന്നെ പുറത്തുള്ളവരുമായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. ആ ടൈമിലൊക്കെ ഹെൽപ്പ് ചെയ്തൊരു കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുതന്ന കുറേ പേരുണ്ട് കേട്ടോ. കുറേ പേരല്ല, ഒരു എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡാഡൂസൊക്കെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത്, പിന്നെ ചേട്ടായുടെ ഫ്രണ്ടൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ നമുക്ക് കുറേ ഫുഡൊക്കെ ഒത്തിരി ആ ഫുൾ ടൈമിലും അവർ ഫുഡ് കൊണ്ടു തന്നു കേട്ടോ. പിന്നെ
അന്ന് ഞാൻ മറക്കുകയല്ലോ. കാരണം ആ ടൈമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് പോയിട്ട് ഇരുന്ന് കാലിങ്ങനെ മടക്കി ഇരുന്ന് ഛർദ്ദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിൽക്കാനുള്ള ആവതില്ലാതെ അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. അത്രയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഛർദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. ക്ഷീണം, ഛർദി, തൊണ്ടയും പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അവന്റെ ആദ്യത്തെ അത്രയും ശക്തിയോടെ അല്ല ഛർദിച്ചത്, പക്ഷെ ഛർദി ഉണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഫുഡിന്റെ കുറവ് കാരണം കുറെ ഛർദിച്ചു എന്നാണ് തോന്നുന്നത്. കുറെ എന്താ പറയുക, എനിക്കുണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ഇതിൽ കൂടെ പോയതുകൊണ്ട് എനിക്കൊരു ചെറിയ ഡിപ്രഷൻ പോലെ പ്രഗ്നൻസിക്ക് മുന്നേ ഒരു പ്രശ്നം വന്നു കേട്ടോ. എന്താ ഒറ്റയ്ക്കായ പോലെ എന്തൊക്കെയൊക്കെയോ ഫീലിങ്സ് വന്നു കേട്ടോ. പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ചേട്ടായി ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. ചേട്ടായി ഫുള്ള് നോക്കാം എന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോവാതിരുന്നത്. പിന്നെ എനിക്കും അതായിരുന്നു വേണ്ടത്, ചേട്ടായി നോക്കണം എന്നുള്ള ഒരിതായിരുന്നു. പിന്നെ ലാസ്റ്റ് സ്കാനിങ്ങിന്റെ ടൈമിൽ പിന്നെ പറഞ്ഞു കൊച്ചിന് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അതിന് മുന്നേ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമിക്രോൺ വന്നതുകൊണ്ട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ വെയിറ്റ് കുറവ് വരും എന്നാണ് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞില്ല, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ 9 മാസം ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പം സ്കാൻ ചെയ്തു അല്ലേ, വെയിറ്റിന്റെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പരിശോധിച്ചു. അന്നേരം ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു, പെട്ടെന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ഇരുത്തി ചേട്ടായി വീട്ടിൽ പോയി ഇല്ലേ, ഇല്ല അഡ്മിറ്റ് ആക്കി. അത് കഴിഞ്ഞ് ചേട്ടായി വീട്ടിൽ പോയില്ല, വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ തന്നെ അവരവിടുന്ന് പോന്നു. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അമ്മശ്ശീരെ കൊണ്ടല്ലേ ചേട്ടായുടെ അമ്മയും അവര് അവിടുന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒക്കെ ആക്കി. പക്ഷെ സ്കാൻ ചെയ്തില്ലേ ഇത് കഴിഞ്ഞ ഇല്ല. അപ്പൊ വെയിറ്റ് കുറവെന്നും പറയുകയും ചെയ്തു, ഇതാവാനായി എന്ന് പറയുകയും ചെയ്തു. ഒക്കെ കൂടെ ആയപ്പോ ഞങ്ങൾക്ക് ടെൻഷനായി കേട്ടോ. അങ്ങനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം പിറ്റേ ദിവസം രാവിലെ ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു അല്ലേ. അല്ല അന്ന് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയത്. ലേബർ റൂമിൽ കയറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നെ ആയില്ലല്ലോ. റൂമിലേക്ക് മാറ്റി, ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അന്ന് പെയിൻ വരാത്തത് കൊണ്ട് റൂമിലേക്ക് മാറ്റി കേട്ടോ. കെട്ടി നല്ല ഇതില് പോയി കേട്ടോ. എവിടെ അന്നും പെയിൻ വരുന്നില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം ലേബർ റൂമിൽ കയറ്റിയിട്ട് എന്താ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ റിസ്ക് കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കിടക്കുന്ന ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ നല്ല വേദന വരാൻ തുടങ്ങിയില്ല. പക്ഷെ എന്താ പറയുക, വേദനയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചു. എന്നിട്ടും വരാതെയാണ് അതാരം ചെയ്തത്. എന്താ ബലൂൺ കത്തിയിട്ട് സംഭവം ട്യൂബ് ഇടുക, അതാണ് മറ്റേ ആ ബലൂൺ ടൈപ്പിലുള്ള അത് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഗർഭപാത്രം വികസിക്കുമ്പോൾ അത് താനെ താഴേക്ക് പോരേണ്ടതാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെയുള്ള ആൾക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് വിട്ടു കേട്ടോ. അങ്ങനെ അതെന്താ പറയുക, അത് എനിക്ക് ഇട്ടൊരു 10 മിനിറ്റിനുള്ളിൽ എനിക്കത് ചാടിപ്പോയി കേട്ടോ. ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയി, അത് പോയി. അപ്പം എനിക്ക് വികസിച്ചല്ലോ. എന്നെ അപ്പം ഇതിലേക്ക് മാറ്റി, എന്താ പറയുക, അടുത്ത സെക്ഷനിലേക്ക് മാറ്റി, ലേബർ റൂമിലേക്ക് മാറ്റി. ലേബർ റൂമിൽ ഞാൻ ഹൈ റിസ്കിലായിരുന്നു കിടന്നത്, അവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റി. ഇനി അടുത്ത നെക്സ്റ്റ് പെയിൻ വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പം മുതൽ പെയിൻ വരാൻ തുടങ്ങി കേട്ടോ. അത് രാവിലെ ഒരു 10 മണി അതിന് ടൈം കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും 10 മണി രാവിലെയാണ് എന്നെ ലേബർ റൂമിലേക്ക് കയറ്റിയത്. ഉച്ചയ്ക്കാണ് കേട്ടോ എനിക്ക് പെയിൻ വരാൻ തുടങ്ങിയത്. ഇത് പോയി കഴിഞ്ഞിട്ട് പെയിൻ വരാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെ പോയി കഴിഞ്ഞ് പെയിൻ വന്ന 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ അടുത്ത് കിടക്കുന്നതും ആ റൂമിൽ കിടക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളാട്ടോ. അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെ ഡെലിവറിക്കായിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഡെലിവറി കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിന് ഇത് ഇട്ടിട്ട് അവൾക്ക് ഒരു കുറേ സമയം കഴിഞ്ഞിട്ടാണ്
ഇത് വികസിച്ച് വന്നത് പോയി അങ്ങനെ അവളെ എൻ്റെ അടുത്തേക്ക് മാറ്റുന്നത്. പക്ഷെ ഈ 1 മണി തൊട്ട് 6 മണിക്കാണ് മോളുണ്ടാകുന്നത്. ആ ടൈം വരെ ഞാൻ ഒരേ വേദനയാണ് കേട്ടോ അനുഭവിച്ചത്. ഒരേ വേദന, പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലുമല്ല കുറവുമല്ല, ഏറ്റവും കൂടുതലായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. അപ്പം ഞാൻ ആ ടൈം തൊട്ട് ഒരേ കരച്ചിലായിരുന്നു. 6 മണി വരെ കരച്ചിലായിരുന്നു. വരുന്ന സിസ്റ്റർമാർക്കൊന്നും ഇത് കേട്ട് നിൽക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എനിക്ക് വയ്യാണ്ടായി, ഞാൻ ക്ഷീണിച്ചു തുടങ്ങി. എനിക്ക് അത്രയ്ക്കും പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് പെയിൻ, പക്ഷെ എനിക്ക് ആ ടൈം തൊട്ട് ആ ടൈം വരെ അങ്ങനെ. അപ്പം അടുത്തുള്ള സിസ്റ്റർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കൊച്ചിന് സിസേറിയൻ ചെയ്താൽ മതിയായിരുന്നു, നോർമൽ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും പെയിൻ വന്നു പോയി കേട്ടോ. ആ ടൈമും കൊണ്ട് ഞാൻ ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി, അത്രയും കരഞ്ഞിട്ടുണ്ട്. 6 മണിക്കൂർ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. 6 മണിക്കൂർ. അപ്പോൾ എനിക്ക് ഫ്രണ്ട് കിട്ടി എന്ന് പറഞ്ഞില്ലേ, അവർ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു റൂമുകളും, അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പരിചയമായത്. അപ്പോൾ അവൾക്ക് ആദ്യം അവളെ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോകുന്നതിന് 1/2 മണിക്കൂറോ മറ്റോ മുമ്പ്, ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലെ മക്കളുണ്ടായ അവളെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നാത്തൂനുണ്ടായിരുന്നു നേഴ്സായിട്ട്. അപ്പം ആളെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേബർ റൂമിൽ തന്നെ ആയതുകൊണ്ട് പുറത്തേക്ക് വിവരങ്ങൾ അറിയാനും വേഗം വിവരങ്ങൾ അറിയാനും പിന്നെ അങ്ങനെയൊക്കെ. അപ്പം ലേബർ റൂമിൽ ആ സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ടും എനിക്ക് ഓപ്പൺ ആവുന്നില്ല. സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിശോധിച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നതല്ലേ, ഞാൻ അത് സമ്മതിക്കില്ല. കാരണം അത്രയും ടയേർഡായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും വേദന ഉണ്ട്, ഒക്കെ കാര്യമാണ്. പക്ഷെ എനിക്ക് ആ വേദന ഒരേ ലെവലായിരുന്നു, കൂടുതലും കുറഞ്ഞിട്ടുമില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് വന്ന് അവിടെ നിന്ന സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്തുള്ളവർ പറയുന്നത് കേട്ടോ, എനിക്ക് വയ്യ, എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല, ഞാനിവിടെ കയറ്റി വിടുവാന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കൊച്ചിന് വെയിറ്റ് കുറവാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള ടെൻഷനാണ് കേട്ടോ. അങ്ങനെ എന്നെ ടേബിളിലേക്ക് മാറ്റി. പിന്നെ എനിക്കറിയായിരുന്നു കേട്ടോ, എന്ന് ഞാനൊരു യൂട്യൂബിലൊക്കെ നോക്കി അത്യാവശ്യം പഠിച്ചു വെച്ചിട്ടൊക്കെയായിരുന്നു പോയത്. നമ്മളിവിടെ പുഷ് ചെയ്യാതെ നമ്മൾ പുഷ് ചെയ്യാനൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ മാക്സിമം എന്നെ നോക്കുന്ന ഡോക്ടർ അല്ലായിരുന്നു, വേറൊരു ഡോക്ടറാണ് ഡെലിവറി എടുക്കുന്നത്. അപ്പം അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നവരൊക്കെ. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ പേര് വിളിച്ച് ഞാൻ കരയുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിസ്റ്ററിനെ കാണുന്നതും. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ നാത്തൂനാന്ന് പറഞ്ഞത്. സിസ്റ്ററിൻ്റെ പേരൊക്കെ മാറ്റി വിളിച്ചൊക്കെ ഞാൻ കരയുക കേട്ടോ. നമ്മൾ അന്നേരം എന്താ പറയുന്നതെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല. അങ്ങനെ കുഞ്ഞ് പുറത്തേക്ക് വന്നു കേട്ടോ. 6 മണി ആ സമയത്താണ് വന്നത്. അങ്ങനെ എന്നെ കാണിച്ചു തന്നു. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു പെങ്കൊച്ചാന്ന് പറഞ്ഞു. പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ചേട്ടായിയും ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ പുറത്തേക്കൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ചേട്ടായിയുടെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ എൻ്റെതൊന്നും അല്ലായിരുന്നു. ചേട്ടായിക്കൊരു പെങ്കൊച്ച് വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടായി ഉറപ്പിച്ച് പറഞ്ഞു അത് പെങ്കൊച്ചാന്ന് പറഞ്ഞിട്ടാ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആ കൊച്ചായ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ കയറ്റി വിട്ടത് അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് അപ്പോഴത്തേക്ക് എൻ്റെ എന്താ പറയുക സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു പോയി. നമുക്ക് കാണാൻ പറ്റാണ്ടായി. ഇങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടത് മതി, എനിക്ക് ചേട്ടായിനെ വേഗം കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേട്ടായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പം വെയിറ്റ് പറഞ്ഞു കേട്ടോ, 2800. അപ്പോൾ വെയിറ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായി. അത് ഞങ്ങൾക്ക് സമാധാനമായി കേട്ടോ. ഇനിയാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ ആ ഡെലിവറിയിൽ ഒരു പാർട്ട് കഴിഞ്ഞു, വേദനയൊക്കെ നോർമലാണ്, എല്ലാവരും സഹിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഇത് വരുവാണ് കേട്ടോ. ഈ വിബാക്ക് ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ വരുവാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി ഇവരെ കാണിച്ചു. ചേട്ടായി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചേട്ടായി വാങ്ങണം, പെങ്കൊച്ചാണ് ചേട്ടായിയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ട് മോനത് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി വേഗം ടർക്കിയൊക്കെ എടുത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ
അവൻ ഒരൊറ്റ കരച്ചിലാന്നാ പറഞ്ഞേ. പിന്നെ എൻ്റെ അപ്പ വാങ്ങിയാൽ മതി ഇതാ അമ്മ പറഞ്ഞത് പറഞ്ഞോണ്ട് അങ്ങനെ ചേട്ടായി വന്ന് കൊച്ചിനെ വാങ്ങി. ചേട്ടായി പറ. അത്രയല്ല, പേര് ഞങ്ങള് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൾമേരി എന്നാണ് കേട്ടോ. ഇതൾമേരിന്ന് വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്കിമോള്. അങ്ങനെ ചേട്ടായി കൊച്ചിനെ വാങ്ങി. പിന്നെ ചേട്ടായിനോട് ഡോക്ടർ പറഞ്ഞതും പിന്നെ എൻ്റെ കാര്യം പറഞ്ഞതും ഒക്കെ കേട്ടോ. എനിക്ക് ഡെലിവറി ടൈമിൽ എൻ്റെ പഴയ സ്റ്റിച്ചിക്ക് 8 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റിച്ച് ഉള്ളിൽ പൊട്ടി ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ ടൈമിലൊക്കെ ചേട്ടായി പറ. സർജറി വേണമെന്ന് പറഞ്ഞു. റീസ്റ്റിച്ച് ചെയ്യണം, അത് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാരും പേടിച്ചു പോയി. പക്ഷെ മമ്മിയൊക്കെ വിചാരിച്ചത് സ്റ്റിച്ച് എന്ന് പറഞ്ഞപ്പം എന്തോ വയറിലല്ല താഴെയാണ്, അത് ഡെലിവറി ചെയ്തതിന്റെ സ്റ്റിച്ച് കൂടുതലാണ്, അവിടെയാണ് പൊട്ടിയതെന്നൊക്കെ മമ്മി ഇവരൊന്നും അത് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടായിയുടെ ഉള്ളിൽ ഈ ടെൻഷനും കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവര് കൊച്ചിനെ റൂമിലേക്ക് കൊണ്ടുപോയി, പക്ഷെ എന്നെ ഒബ്സർവേഷനിലിട്ടു. സാധാരണ ഈ ഡെലിവറി ചെയ്യാൻ വേണ്ടി കിടക്കുന്ന ഈ ആൾക്കാരുടെ ഇടയ്ക്കാണ് കേട്ടോ എന്നെ ഒബ്സർവേഷനിൽ വെച്ചത്. ആ രാത്രി മുഴുവൻ ഞാൻ സാധാരണ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം റൂമിലേക്ക് ആക്കുമല്ലോ. ഇത് ആ രാത്രി മുഴുവൻ ഞാൻ ഈ കരയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക്, എത്രയോ മക്കൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ അവരുടെ ഇടയ്ക്കായിരുന്നു കേട്ടോ ഞാൻ അത്രയും ക്ഷീണിച്ച് ടയേർഡായിട്ട് എൻ്റെ മുകളിലുള്ള ലൈറ്റ് മാത്രം ഓഫാക്കി തന്നു. കൊച്ചിനെ പാല് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരും. മമ്മി ഇവിടെ വന്ന് എനിക്ക് കൊച്ചിന് പാല് കൊടുക്കും, കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്ക് പെയിനും ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ബ്ലീഡിങ് ആണല്ലോ. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മാറ്റി തരും, പാടൊക്കെ ചേഞ്ച് ചെയ്ത് തരും, അങ്ങനെയൊക്കെ. അങ്ങനെ എന്താ പറയുക, പ്രാർത്ഥന കൊണ്ടും എല്ലാവരുടെയും എന്താ പറയുക, പ്രാർത്ഥന കൊണ്ട് തന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നു. രാവിലെ റീസ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാണേ, അങ്ങനെ അത് നിന്നു. എന്നെ പുറത്തിറക്കി അല്ലേ. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയൊരു പ്രഗ്നൻസിക്ക് പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സ്റ്റിച്ച് വലിഞ്ഞതുകൊണ്ട് അവിടെ കട്ടിയില്ല, വയറിന് അവിടെ സ്റ്റിച്ചിൻ്റെ അവിടെ കട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്കൊരു പെങ്കൊച്ചും കൂടി ആയി. പക്ഷെ എന്താ പറയുക, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയി കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അന്നേരം ആ പ്രസവത്തിൽ വന്ന പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, അത് വേറൊരു സ്റ്റോറി ആയിട്ട് തന്നെ പറയാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഇത്രയും എന്താ പറയുക, സംഭവബഹുലമായ പ്രഗ്നൻസി സ്റ്റോറി ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഡെലിവറി സ്റ്റോറി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ബൈ ബൈ.